ഇന്നലെ രാത്രി 2 മണിക്കും അതിനുശേഷം 4:10-നുമായി 2 തവണയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. ആദ്യ ഉരുൾപൊട്ടലിന് ശേഷം രക്ഷാപ്രവർത്തനത്തിനടക്കം ഇറങ്ങിയവരുടെ പോലും ജീവൻ കവരുന്ന തരത്തിലുള്ള അതിഭീകരമായ ഉരുൾപൊട്ടലാണ് രണ്ടാമതുണ്ടായത്. അതിൻ്റെ നേർചിത്രമാണ് ഇപ്പോൾ നമ്മൾ ഈ 2-ാം ദിവസം നേരം പുലരുമ്പോഴുള്ള വെളിച്ചത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നൗഫൽ ചേരുന്നുണ്ട്. നൗഫൽ, രക്ഷാപ്രവർത്തകർക്ക് പോലും മറുകര കടക്കുക ശ്രമകരമാണെന്നറിയാം. നൗഫലും നമ്മുടെ വിപിനും അപ്പുറത്തേക്ക് കടന്നത് വളരെ ബുദ്ധിമുട്ടിയാണ്. വളരെ സൂക്ഷിക്കണം, കാരണം ചവിട്ടുന്ന മണ്ണ് എത്രമാത്രം താഴേക്ക് കാല് പോകുമെന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇനി ഈ ഒലിച്ചുപോയ മുണ്ടക്കൈ അങ്ങാടിയുടെ യഥാർത്ഥ ചിത്രം നൗഫൽ ഇപ്പോൾ കാണുകയായിരിക്കും അല്ലേ? നൗഫൽ, ഞങ്ങളിപ്പോൾ ഈ മുണ്ടക്കൈയിലേക്കുള്ള യാത്രയിലാണ്. ഈ വഴിയിലെ കാഴ്ച അക്ഷരാർത്ഥത്തിൽ എന്ത് വലിയ ഒരു മലവെള്ളപ്പാച്ചിലാണ് എന്ന് മനസ്സിലാകുന്നത് ഈ ഒരു കാഴ്ച കാണുമ്പോഴാണ്. ഒരു തേയിലത്തോട്ടത്തിന്റെ ഒരു ഭാഗത്തൂടെ അപ്പാടെ മല ഒലിച്ചിറങ്ങി വരുന്ന കാഴ്ചയാണിത്. കാരണം വലിയ ഭീമൻ കല്ലുകൾ, വലിയ കല്ലുകൾ ഒരു ഭാഗത്ത് മുഴുവനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. മറുഭാഗത്താണെങ്കിൽ ഈ നോക്കത്താ ദൂരത്തോളം മണ്ണും ചെളിയും ഇടിച്ച കുന്നപ്പാടെ ഇടിച്ച് താഴേക്ക് വന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ ഭാഗത്തു നിന്നാണ് മുണ്ടക്കൈയിൽ നിന്നും ആ മലവെള്ളം കുത്തനെ ഒലിച്ചിറങ്ങിയത്. ആ ഭാഗത്ത് നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യത്തിൽ കാണുന്ന ആ ഭാഗത്തുണ്ടായിരുന്ന വീടുകളാണ് മുഴുവൻ മണ്ണിനടിയിലായത്. വലിയ പാറക്കല്ലുകൾ, ഒപ്പം തന്നെ മരത്തടികൾ, ചെളി പുതഞ്ഞ് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഈ അപകടത്തിന്റെ വ്യാപ്തി എത്ര വലുതാണെന്ന് ഇപ്പോൾ നമ്മൾ ആകാശ ദൃശ്യങ്ങൾ കണ്ടു. പക്ഷേ തൊട്ടടുത്ത് കണ്ണിൽ ഈ കാഴ്ച കാണുമ്പോഴാണ് ഇത്രയും വലിയൊരു ദുരന്തമാണോ ഇത് എന്ന് നമുക്ക് വ്യക്തമാവുന്നത്. കാരണം ആ ഭാഗത്തുള്ള 400ഓളം വീടുകൾ താമസിച്ച ആളുകൾക്കാണ് ഈ പ്രശ്നം ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഈ ഭാഗത്ത് നമ്മൾ 1 കിലോമീറ്ററോളം ദൂരം നമുക്കിവിടെ നോക്കിയാൽ കാണാം. ആ ഭാഗത്ത് വലിയ ഏകദേശം ഒരു 10-600 മീറ്ററോളം ദൂരത്തിൽ വലിയൊരു പുഴയ്ക്ക് സമാനമായ രീതിയിലാണ് വലിയ പാറക്കൂട്ടം നമ്മൾ ഇവിടെ കാണുന്നത്. വലിയ കരിങ്കല്ലുകളാണ്, ഓരോ ഭാഗത്തും കരിങ്കല്ലുകൾ. അതിനിടയിലൂടെ ചെളിവെള്ളം കുത്തിയൊലിച്ച് വരികയാണ്. ഇതിന്റെ 2 ഭാഗത്തുമുള്ള വീടുകളാണ് പൂർണ്ണമായും നശിച്ചത്. കാരണം പുഴയപ്പാടെ മാറി, ഈ ഉരുൾപൊട്ടലിന്റെ ആഘാതത്തിൽ പുഴ മാറി, ഗതി മാറി ഒഴുകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നമ്മളിപ്പോൾ ഈ രക്ഷാദൗത്യ സംഘത്തോടൊപ്പം അങ്ങോട്ടേക്ക് പോവുകയായിരുന്നു ഈ ഭാഗത്തേക്ക്. പക്ഷേ ആ പോകുന്ന വഴിയിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് ഇതിന്റെ ഭീകരത എന്താണെന്ന് മനസ്സിലാകുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ ആളുകൾ ഇതിൽ പെട്ടുപോയ ആളുകൾ പറഞ്ഞപ്പോൾ അതെത്ര ഭയാനകമായെന്ന് നമ്മൾ നേരിട്ട് ദൃശ്യങ്ങളിൽ കൂടി കാണുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. PG നൗഫൽ ബിൻ യൂസഫാണ് മുണ്ടക്കയിൽ ഒലിച്ചുപോയ അങ്ങാടി അടക്കം ദുരന്ത ഭൂമിയുടെ നേർചിത്രം നമ്മളോട് വിശദീകരിച്ച് നൽകുന്നതിൻ്റെ ആകാശ ദൃശ്യങ്ങൾ അധികം ഉയരത്തിലല്ലാതെ കാണുമ്പോൾ അതെത്ര ഭീതിതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വലിയ ഉരുളൻ പാറകൾ, മരങ്ങൾ, കെട്ടിടാവശിഷ്ടങ്ങൾ, വാഹനങ്ങൾ ഒക്കെ ഒലിച്ചിറങ്ങി അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ മനുഷ്യരുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. 211 പേരെയാണ് ഈ ദുരന്ത മുഖത്ത് നിന്ന് കാണാനില്ല എന്ന് ബന്ധുക്കൾ ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന് അറിയിപ്പ് നൽകിയിരിക്കുന്നത്, പരാതി നൽകിയിരിക്കുന്നത്. 95 പേരെന്നാണ് സർക്കാരിൻ്റെ കയ്യിലുള്ള കണക്ക്. പക്ഷേ രാത്രി വൈകി പലരും ക്യാമ്പിലേക്ക് മടങ്ങിയെത്തിയതിനാൽ കാണാതായവരുടെ എണ്ണത്തിൽ കുറവുണ്ടായേക്കാം എന്നാണ് അല്പം മുമ്പ് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞത്. ഇന്ന് രക്ഷാപ്രവർത്തനത്തിന് വേഗം കൂട്ടും. കാരണം സൈന്യം താൽക്കാലിക ബെയിലി പാലം അധികം വൈകാതെ സജ്ജമാക്കി കഴിഞ്ഞാൽ JCB അടക്കം കുത്തിയൊലിച്ചു വരുന്ന പുഴ മറികടന്ന് മറുകരയിലേക്ക് എത്തിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് മണ്ണ് നീക്കിയുള്ള തെരച്ചിലേക്ക് ഇന്ന് കടക്കുകയാണ്. ഇന്നലെ പോകുന്ന വഴികളിലൊക്കെ മൃതദേഹാവശിഷ്ടങ്ങൾ സൈന്യം, ജീവനറ്റ ശരീരങ്ങൾ സൈന്യം എടുത്ത് മറുകരയിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മണ്ണു മാറ്റിക്കൂടി തെരച്ചിൽ നടത്തേണ്ട അവസ്ഥയാണ്. കാരണം ഇതുവരെ സ്ഥിരീകരിച്ച മരണസംഖ്യയിലധികം പേരെ ഇനിയും കാണാനുണ്ട് എന്ന് ഇപ്പോൾ തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ മുമ്പിൽ ബന്ധുക്കൾ പരാതി നൽകിയിരിക്കുകയാണ്. ഇനി രക്ഷപ്പെട്ടവർക്കാണെങ്കിൽ അവരുടെ പ്രാണനും ഉടുവസ്ത്രവുമല്ലാതെ മറ്റൊന്നും ബാക്കിയില്ല. ഒരു ജീവിതകാലത്ത് സമ്പാദിച്ചത് മുഴുവൻ നഷ്ടമായ തീരാവേദനയിൽ ജീവൻ മാത്രം രക്ഷപ്പെട്ട് കഴിയുന്നവരുണ്ട്, ഉറ്റവരെ നഷ്ടപ്പെട്ടവരുണ്ട്.
സമാനതകളില്ലാത്ത ദുരന്തത്തിന്റെ കാഴ്ചയാണ് മുണ്ടക്കയിൽ നിന്ന് തത്സമയം പ്രേക്ഷകർ കാണുന്നത്.